Dear students, our next topic is imperfections in solids. In solid state എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇനി എടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ക്രിസ്റ്റൽ ഡിഫെക്ട്സ്. വാട്ട് ഈസ് ഇംപെർഫെക്ഷൻ? എന്താ വാക്ക് ഉപയോഗിക്കുന്ന? ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വാക്കിന് അർത്ഥം എന്താണ്? പെർഫെക്റ്റ് അല്ല, ചെറിയൊരു ഡിഫറൻസ് വരുന്നു, വ്യതിയാനം ഉണ്ടാകുന്നു, അതാണ് ഇംപെർഫെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ ഡീവിയേഷൻ ഫ്രം ദ റെഗുലർ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ഈസ് ടേംഡ് ആസ് ഇംപെർഫെക്ഷൻസ് ഓർ crystal defect. The crystal defects are broadly classified into two types, that is point defects and line defect. Then we know that the particles in a perfect crystal is well ordered, arranged like this. നമുക്കറിയാം പാർട്ടിക്കിൾസ് എല്ലാം വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റിലാണെന്ന് നമുക്കറിയാം. അതിനൊരു പർട്ടിക്കുലർ എന്താണ് പ്ലേസിൽ അത് ഇരുന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി എന്തെങ്കിലും ഒരു വിത്ത് ദി application of effect of temperature or electric arc or heat, any other external forces, the പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ചേഞ്ച്ഡ്. ഇപ്പോൾ ഈ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും പൊസിഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. സംടൈംസ് എന്താണ് പാർട്ടിക്കിൾ ലോസസ് ഫ്രം ഇറ്റ്സ് ലാറ്റീസ് പോയിൻറ്റ് ഓർ മിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പാർട്ടിക്കിൾസിന് ഇംപെർഫെക്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷന് അറേഞ്ച്മെൻറ്റിന് വ്യത്യാസം ഉണ്ടാകുന്നു. ഈ അറേഞ്ച്മെൻറ്റ് വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. പാർട്ടിക്കിൾസ് സോളിഡ് സ്റ്റേറ്റിൽ പാർട്ടിക്കിൾസ് എല്ലാം വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻ്റ് ആണ്. Na+, Cl-, Na+, Cl-, Na+, Cl-, ഇങ്ങനെയല്ലേ NaCl പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിതിനെ ഒന്ന് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഹീറ്റ് ചെയ്യുക, ഉരുക്കിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾസ്, ഈ ഓർഡേർഡായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ്, ചില പാർട്ടിക്കിൾസ് ഇവിടെ നിന്ന് മിസ് ചെയ്ത് പോകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ആ പാർട്ടിക്കിൾ ഇരുന്ന സ്പേസ് എന്തായിട്ട് മാറും? വേക്കൻ്റ് ആയിട്ട് മാറും. ചില കേസിൽ ഈ പാർട്ടിക്കിൾ വേറെ സ്ഥലത്ത് നിന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോഴും ആ പൊസിഷൻ എന്ത് സംഭവിച്ചു? വ്യത്യാസം ഉണ്ടായി. അതായത് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടോ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടോ ഒക്കെ ഇത് സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസിൻ്റെ സ്ഥാനചലനത്തിനെയാണ് എന്ത് പേര് പറയുന്നത്? ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇംപെർഫെക്ഷൻ? ദ ഡീവിയേഷൻ ഓഫ് a perfectly ordered arrangement of particles in a solid is called imperfection or defects. There are mainly two types of imperfections, that is point defect and line defect. What is point defect? Defect arises, imperfections arises from the position of a particle അല്ലെങ്കിൽ എ പോയിൻറ്റ് ഈസ് കോൾഡ് എന്താണ്? പോയിൻ്റ് ഡിഫെക്റ്റ്. ഓർ ദി ഡിഫെക്റ്റ് അറൈസസ് ഇൻ ദി എൻറ്റയർ റോ. ഒരു റോയിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇംപെർഫെക്ഷൻ, സ്ഥാനചലനം വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ഡിഫെക്റ്റ് എന്ന് പറയുന്നു. ദെൻ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിഫെക്ട്സ്. നമ്പർ 1 പോയിൻ്റ് ഡിഫെക്റ്റ് ആൻഡ് ദി നമ്പർ 2 ഈസ് ലൈൻ ഡിഫെക്റ്റ്. The imperfection around a point in a crystalline substance is termed as point defect. The imperfection along a row is termed as line defect. ഇനി നമുക്ക് we have to study more about point defect. Point defects can be classified into three types: stoichiometric defect, non-stoichiometric defect, and impurity defect. Stoichiometric defect and stoichiometric, non-stoichiometric and impurity defect. What is stoichiometry? എന്താണ് സ്റ്റോയിഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? In the case of NaCl,
molecule. One molecule contains one Na plus and one Cl minus ion. Therefore, the stoichiometry of the Na plus and Cl minus is 1:1. അതായത് ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ അനുപാതത്തിനെയാണ് നമ്മൾ സ്റ്റോയിഷ്യോമെട്രി എന്ന് നമ്മൾ പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് കാൽസ്യം ക്ലോറൈഡ് 1:2. ദാറ്റ് ഈസ് ദ സ്റ്റോയിഷ്യോമെട്രി ഈസ് 1:2. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്റ്റോയിഷ്യോമെട്രി എന്ന് പറയുന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്ട്സിനെയാണ് പോയിൻറ്റ് ഡിഫക്റ്റിനകത്തിലുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. These are the point defect which do not disturb the stoichiometry of the solid. They are also called intrinsic or thermodynamic defect. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റോയിഷ്യോമെട്രി എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിലെ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൽ ആ മോളിക്യൂളിൻ്റെ അനുപാതത്തിനെയാണ് നമ്മൾ റേഷ്യോയാണ് ആ മോളിക്യൂളിനുള്ളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ റേഷ്യോയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് സ്റ്റോയിഷ്യോമെട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സ്റ്റോയിഷ്യോമെട്രിയെ ഡിഫറൻസ് ഒന്നും വരുത്താതെ അല്ലെങ്കിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അതിൻ്റെ അനുപാതത്തിന് വ്യത്യാസം വരുത്താതെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. വിച്ച് ഡി നോട്ട് ഡിസ്റ്റർബ് ദി സ്റ്റോയിഷ്യോമെട്രി ഓഫ് ദി സോളിഡ്. They are called intrinsic or intrinsic defect. These defects are of two types. Number 1 vacancy defect and number 2 interstitial defect. അപ്പോൾ എന്തായിരിക്കും വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? വേക്കൻസി ഉണ്ടാവുക. ഇപ്പോൾ ഇങ്ങനെ പാർട്ടിക്കിൾസ് ഇരിക്കുകയാണ്. പാർട്ടിക്കിൾ ഇരിക്കുന്നതിൽ നിന്നും ഈ ഒരു പാർട്ടിക്കിൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പാർട്ടിക്കിളില്ല, ഞാനിതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയി. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി? വേക്കൻ്റ് ആയിട്ട് മാറി. ഇപ്പോൾ ഇവിടെ വേക്കൻസി ഫോം ചെയ്തു. അപ്പോൾ ഒരു പാർട്ടിക്കിൾ മിസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? വേക്കൻ്റ് ആയിട്ട് മാറുന്നു. ആ സ്ഥലം ഒഴിഞ്ഞു കിടക്കുകയാണ് അല്ലേ? ഒരാളൊരു സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആ സ്ഥലം എന്ത് ചെയ്യും? ഒഴിഞ്ഞു കിടക്കുമല്ലോ എന്ന് പറയുന്ന ഡിഫക്റ്റാണ് വേക്കൻസി ഡിഫക്റ്റ്. വെൻ സം ഓഫ് ദ ions are missing from their lattice site, the position becomes vacant. This is called vacancy defect. അപ്പോൾ അവിടെ ആ ആൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇവിടെ ഇല്ല എങ്കിൽ അവിടെ അവിടുത്തെ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കുറയുമോ കൂടുമോ? കുറയുന്നു. Then next is interstitial site defect. What is interstitial defect? കുറച്ച് പാർട്ടിക്കിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുക, NaCl ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിക്കിൾസ് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി എനർജി കിട്ടിക്കഴിയുമ്പോൾ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് മിസ് ചെയ്തു, ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ലോസ് ചെയ്ത് ഇതെന്ത് ചെയ്തു എന്നറിയാം? തൊട്ടടുത്തുള്ള ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ഈ പാർട്ടിക്കിൾ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സ്ഥലം ഇപ്പോൾ വേക്കൻ്റാണ്. പക്ഷേ ഇതെവിടെ ചെന്നിരുന്നു? ഈ പാർട്ടിക്കിൾ തൊട്ടടുത്തുള്ള ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ പോയിരുന്നു അല്ലേ? അപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ ആണ് ഇപ്പോൾ എന്തുണ്ടായിരിക്കുന്നത്? ഡിഫക്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിഫക്റ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ്. വെൻ സം ഓഫ് ദി അയോൺ മിസ്സിംഗ് ഫ്രം ദെയർ ലാസ്റ്റ് സൈറ്റ് ടു ദ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. ദിസ് type of defect is called interstitial defect. Here the density of the crystal remains same because എന്താണ് കാരണം? എന്താ? the particle എന്ത് ചെയ്തില്ല? does not move from the crystal. ആ ക്രിസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് അത് മൂവ് ചെയ്തിട്ടില്ല. ഇറ്റ് ഓക്കുപ്പൈഡ് ഇൻ ദി ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ഓഫ് ദ ക്രിസ്റ്റൽ. ആ ക്രിസ്റ്റലിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ തന്നെയാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്? ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് density of the crystal remains same in an interstitial defect. Okay. ഇനി the above two types of defects are shown by non-ionic solids. Ionic solids show two types of stoichiometric defects, Schottky defect and Frenkel defect. Very important. What are the differences between Schottky and Frenkel defect? It is basically a vacancy defect. Schottky defect എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി എന്താണ്? ഒരു വേക്കൻസി ഡിഫക്റ്റ് ആണ്.
It arises due to the missing of equal number of cations and anions from the lattice site. It is shown by ionic crystals in which ionic and anionic and cationic sites are almost equal. Example: NaCl, KCl, CaCl, AgBr, etc. show Schottky defect. Due to this defect, the density of the crystal decreases. Okay. ഈ ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കുക. ഇത് ഒരു അയോണിക് സോളിഡിലെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും അയോണിക് സോളിഡ് എന്ന് പറയുമ്പോൾ അതിലൊരു പോസിറ്റീവ് അയോൺ കാണും. ഇറ്റ് കണ്ടെയ്ൻ എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ അറേഞ്ച്ഡ് ഇൻ ഓൾട്ടർനേറ്റ് പൊസിഷൻ. എ പ്ലസ് ബി മൈനസ് എ പ്ലസ്. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു അയോണിക് കോമ്പൗണ്ടാണ്. ഫോർ എക്സാമ്പിൾ എ ബി. നിങ്ങൾക്കിതിനെ NaCl എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള അയോൺസാണ് എ പ്ലസും ബി മൈനസും അറേഞ്ച്ഡ് ഇൻ ഓൾട്ടർനേറ്റ് പൊസിഷൻ. എ പ്ലസ് ബി മൈനസ് 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 എ പ്ലസ് ബി മൈനസ്. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ക്രിസ്റ്റലിനെ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തു. ഇതിന് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിൽ ചില പാർട്ടിക്കിൾസ് പെട്ടെന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഇവർ ആ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്തു? മൂവ് ചെയ്യാൻ തുടങ്ങി. മൂവ് ഫ്രം ദെയർ ലാറ്റിസ് സൈറ്റ്. ലാറ്റിസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടിക്കിൾ ഓക്കുപ്പൈ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേര്, പാർട്ടിക്കിൾ ഇരിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ലാറ്റിസ് സൈറ്റ്. അവിടെ നിന്ന് മൂവ് ചെയ്ത് ഈ സോളിഡിന് വെളിയിലേക്ക് ആവിയായിട്ട് അങ്ങ് പോയി എന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ആ സോളിഡിനകത്തിലൊന്നും ആ പാർട്ടിക്കിളില്ല, അത് പുറത്തേക്ക് അങ്ങ് പോയി, ആവിയായിട്ട് അങ്ങ് പോയി. ഇപ്പോൾ സോളിഡിനകത്ത് പാർട്ടിക്കിളില്ല. അങ്ങനെ പോയപ്പോൾ രണ്ട് അയോൺസാണ് ഇവിടെ പോയത്. ഒന്നൊരു എ പ്ലസ് അയോണും ഒന്നൊരു ബി മൈനസ് അയോണും. അതായത് ഒരു പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും. വീണ്ടും ഒരു പോസിറ്റീവ് അയോണും നെഗറ്റീവ്. അപ്പോൾ ഒരു പോസിറ്റീവ് അയോൺ പോയി കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് അയോണും കൂടെ പോകും. എപ്പോഴും അങ്ങനെ ഒരെണ്ണം പോയി എന്നല്ല അർത്ഥം. ഒരു പോസിറ്റീവ് അയോൺ പോയാൽ ഒരു നെഗറ്റീവ് അയോൺ, അടുത്ത ഒരു പോസിറ്റീവ് അയോൺ പോയാൽ വീണ്ടും ഒരു നെഗറ്റീവ് അയോൺ. അങ്ങനെ ഈക്വൽ നമ്പർ ഓഫ് കാറ്റോൺസ് ആൻഡ് ആനിയോൺസ് ആർ മിസ്സിങ് ഫ്രം ദെയർ ലാറ്റിസ് സൈറ്റ്. ഓക്കെ. അപ്പോൾ ആ പൊസിഷൻ ഇവിടെ നിന്നൊരു എ പ്ലസ് പോയി, ഇവിടെ നിന്നൊരു ബി മൈനസും പോയി. ഇതുപോലെ പല അയോൺസും പോകുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇതിനു വേണ്ടി ഒരെണ്ണം മാത്രമേ കാണിച്ചുള്ളൂ എങ്കിലും പല അയോൺസും എനർജി സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് അയോൺ കൂടെ ആയിരിക്കും പോവുക. അപ്പോൾ അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രി എന്ത് ചെയ്യുന്നില്ല? വ്യത്യാസപ്പെടുന്നില്ല. അതായത് അതിലുള്ളിലുള്ള കാറ്റോണിൻ്റെയും ആനിയോണിൻ്റെ എണ്ണം വ്യത്യാസപ്പെടുന്നെങ്കിലും അനുപാതം ഒന്ന് തന്നെയായിരിക്കും. അതാണ് സ്റ്റോയിഷ്യോമെട്രി. അനുപാതമാണ് സ്റ്റോയിഷ്യോമെട്രി. അപ്പോൾ ഇവിടുത്തെ സ്റ്റോയിഷ്യോമെട്രിക്ക് ഡിഫറൻസ് ഒന്നും ഉണ്ടാക്കാതെ തന്നെ എ കാറ്റയോൺ ആൻഡ് ആനിയോൺ ഈസ് മിസ്സിംഗ് ഫ്രം ദെയർ ലാറ്റിസ് സൈറ്റ് ടു ലാറ്റിസ് സൈറ്റ്. ഓക്കെ. ഹിയർ ദ സൈസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് റിമെയിൻസ് ഓൾമോസ്റ്റ് സെയിം. എക്സാമ്പിളാണ് NaCl, AgCl എന്നൊക്കെ നമ്മളോട് പറഞ്ഞ എക്സാമ്പിൾസ്. CaCl ഒക്കെ അതിന് എക്സാമ്പിൾസാണ്. ഇനി ഇൻ ഷോട്ട്കി ഡിഫക്റ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ ഡിക്രീസസ് ഡ്യൂ ടു. അതിന് കാരണം എന്താണ്? ദ അയോൺസ് പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ് എസ്കേപ്പ് ഫ്രം ദ ക്രിസ്റ്റൽ. ക്രിസ്റ്റലിൽ നിന്ന് എന്ത് ചെയ്ത് വെളിയിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഷോട്ട്കി ഡിഫക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. രണ്ടാമത്തത് ഫ്രങ്കൽ ഡിഫക്റ്റ്. It is also a stoichiometric defect arises due to the misplacing of an ion, generally a cation, from the lattice site to the interstitial site. It is also called a dislocation defect. This type of defect is shown by ionic solids in which there is a large difference in size of the ions. Example is NS, AgCl, AgBr, AgI, etc. This does not change the density of the solid. അപ്പോൾ നമുക്ക് എന്താണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയാം. നോക്കുക. ഇൻ ഫ്രങ്കൽ ഡിഫക്റ്റ് ഇവിടെയും പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ഓൾട്ടർനേറ്റ് പൊസിഷൻ. എ പ്ലസ് ബി മൈനസ് 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 എ പ്ലസ് ബി ഇവിടെ പടം തെറ്റിപ്പോയല്ലോ. ഇവിടെ ബി മൈനസ് ആണ് വരേണ്ടത്, ഇവിടെ എ പ്ലസ്. ഓക്കെ. ആ ഫിഗർ നിങ്ങൾ കറക്റ്റ് ചെയ്തോണം. താഴെ ബി മൈനസ് എ പ്ലസ് ബി മൈനസ് എ പ്ലസ് ബി മൈനസ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഹിയർ
അപ്പോൾ ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്തു, എനർജി അക്വയർ ചെയ്തുകൊണ്ട് വൺ ഓഫ് ദി അയോൺ എ കാറ്റയോൺ, ഒരു അയോൺ, ഒരു കാറ്റയോൺ, അങ്ങനെ ഒന്നിലധികം കാറ്റയോണുകൾ പോകാം. ഒരു കാറ്റയോൺ മിസ്സിങ് ഫ്രം ദെയർ ലാറ്റിസ് സൈറ്റ് ടു ദെയർ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. ഈ കാറ്റയോൺ ആ ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് പോയി. അപ്പം നമുക്കറിയാം ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്, ഞാൻ മുമ്പേ ഒരു പടം നിങ്ങൾക്ക് ഇതുപോലെ വരച്ച് കാണിച്ചപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ സ്ഥലമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചെറിയ സ്ഥലത്ത് ഇരിക്കത്തക്ക വിധത്തിലുള്ള കാറ്റയോൺ വേണം ഇവിടെ നിന്ന് പോവാൻ. അപ്പോൾ കാറ്റയോണിൻ്റെ സൈസ് അപ്പോൾ എന്തായിരിക്കണം? ചെറിയ സൈസ്. അതിന് തക്ക ചെറിയ സൈസുള്ള കാറ്റയോൺ മാത്രമേ ഈ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയിരിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് അറൈസസ് ഇൻ കോമ്പൗണ്ട്സ് ലൈക്ക് ലാർജ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ആനിയോൺ ആൻഡ് കാറ്റയോൺ. ആനിയോണും കാറ്റയോണും തമ്മിൽ ഒരു ലാർജ് ഡിഫറൻസ് ഉള്ള കോമ്പൗണ്ട്സിൽ മാത്രമേ ഈ ടൈപ്പ് ഡിഫക്റ്റ് കാണിക്കുകയുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് ഷോർട്ട്കി ഡിഫക്റ്റ്? ഷോർട്ട്കി ഡിഫക്റ്റ് എന്താ പറയുന്നത്? യൂഷ്വലി എ കാറ്റയോൺ, സ്മോളർ സൈസ് അയോൺ, മിസ്സിംഗ് ഫ്രം ദെയർ ലാറ്റിസ് സൈറ്റ് ടു ദി ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ്. This type of defect arises in compounds containing large difference in the size of anion and cation. പിന്നീട് ഈ ക്രിസ്റ്റലിന് പുറത്തേക്ക് ഈ അയോൺ പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. Therefore the density of the crystal remains constant. Okay, these are the points of Schottky defect. ഇനി ഇവിടെ ഒരു കോമ്പൗണ്ട് മാത്രം, ഷോർട്ട്കി ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കുന്ന ഒരു കോമ്പൗണ്ടുണ്ട്. അതിൻ്റെ പേരാണ് AgBr. ഇത് ഓർത്ത് വെച്ചേക്കുക, 1 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. ഇത്രയും മതി, ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. കുറേശ്ശെ സമയമാണ് നിങ്ങൾക്ക് തരുന്നത്, കുറച്ച് ടൈം വീതമുള്ള ക്ലാസ്സുകൾ, ലെങ്തി തരുന്നില്ല.